നമസ്കാരം. ഇന്നൊരു കുർത്തി ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാ ഞാൻ ഈ ഡ്രോ ചെയ്തിരിക്കുന്നതാണ് ഡിസൈന്. ഇത് കുർത്തിയുടെ നെക്ക് പാർട്ടാണേ. നെക്ക് ഒരു ആലില ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. വൺ സൈഡ് 4 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് ഒരു ആലില ഡിസൈൻ പോലെ മുകളിൽ നിന്ന് കുറച്ച് വീതിയിൽ വന്ന് താഴേക്ക് വീതി കുറഞ്ഞു വന്ന് സെൻറ്ററിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ 3 ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് സ്ലീവ് ഡിസൈനാണ് കേട്ടോ. ഇനി ഈ ഡിസൈൻ ഡ്രസ്സിലൊന്ന് കോപ്പി ചെയ്തെടുക്കണം. കാർബൺ പേപ്പർ യൂസ് ചെയ്താണ് കേട്ടോ കോപ്പി ചെയ്യുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്തൊന്ന് വരച്ചുകൂടി കൊടുക്കാം. ഫ്ലവറിൽ സീക്വൻസ് വർക്കാണ് കേട്ടോ കൊടുക്കുന്നത്. സീക്വൻസിൻ്റെ കണ്ടിന്യൂസ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. മൈക്രോ സീക്വൻസാണ് യൂസ് ചെയ്യുന്നത്. ക്ലോത്തിൻ്റെ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മൈക്രോ സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു റെയിൻബോ ഷെയ്ഡും കൂടി ഉണ്ട്. ഫ്ലവർ നമ്മൾ എങ്ങനെയാണോ ഡ്രോ ചെയ്തിരിക്കുന്നത് സെയിം അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സീക്വൻസിൻ്റെ ഔട്ട്ലൈനും കൊടുക്കേണ്ടത്. ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ സീക്വൻസ് ഫില്ല് ചെയ്യുന്നുള്ളൂ. ആ ഫ്ലവറിൻ്റെ പെറ്റൽസിൽ വരുന്ന വളവൊക്കെ അതേ രീതിയിൽ തന്നെ സീക്വൻസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യണേ. വളവൊക്കെ അതേ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല. നോർമൽ സീക്വൻസിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാം. പക്ഷേ നോർമൽ സീക്വൻസിനേക്കാൾ കുറച്ചുകൂടെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് ഈ ഒരു മൈക്രോ സീക്വൻസ് ആണ്. ഇനി ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ സൈഡിലുള്ള ലീഫൊക്കെ ഞാൻ ഫ്ലൈ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അത് സ്കൈ ബ്ലൂ കളറ് സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ സെൻറ്ററിലെ സ്റ്റോൺ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഷുഗർ ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വൺ സൈഡ് ഈ ഒരു സീക്വൻസ് ഫ്ലവറും ലീഫും മാത്രമേ ഉള്ളൂ. ലീഫ് ഫുള്ള് ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു ഫ്ലവറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഫ് ഞാൻ ഫ്ലൈ സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. നെക്കിൻ്റെ അടുത്ത സൈഡ് ഒരു ആലില ഡിസൈനാണ്. ആലില ഡിസൈനിൻ്റെ 2 സൈഡും നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ക്ലോത്തിൻ്റെ സെയിം കളർ തന്നെയാണ് ത്രെഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചെയിൻ സ്റ്റിച്ചും കുറച്ച് ഗ്യാപ്പിൽ കട്ട് ബീഡും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇനി ഈ ഔട്ട്ലൈനിൻ്റെ ഉള്ളിലായിട്ട് സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള സ്റ്റിച്ചുകളൊക്കെ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. സീക്വൻസ് കുറച്ച് ഗ്യാപ്പിൽ ഈ ഒരു ഔട്ട്ലൈനിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്യാം. ഇനി ഈ സീക്വൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടൈപ്പിൽ 3 കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ കട്ട് ബീഡ്സ്, മൈക്രോ കട്ട് ബീഡ്സ്, പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ്. 3ഉം നമ്മുടെ ക്ലോത്തിൻ്റെ കളറുമായിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു ഔട്ട്ലൈനിൻ്റെ ഉള്ളിലായിട്ട് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നോർമൽ നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഒരേ ബീഡ്സ് അടുപ്പിച്ച് വരാതെ ശ്രദ്ധിച്ചാൽ മതി. ഒരേ ബീഡ്സ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അത്ര ഭംഗി വരത്തില്ല. ഈ 3ഉം മിക്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അരി നീഡിൽ യൂസ് ചെയ്തും ഈ ഒരു സ്കാറ്റർ ഡിസൈൻ നമുക്ക് ചെയ്യാം. പക്ഷേ അരി നീഡിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇത് കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നോർമൽ നീഡിൽ യൂസ് ചെയ്തത്. നിങ്ങൾ അരി നീഡിൽ യൂസ് ചെയ്ത് സിംഗിൾ ബീഡ് സ്റ്റിച്ചായിട്ട് ചെയ്താലും മതി. ഇനി ഈ ആലില ഡിസൈൻ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് സെൻറ്ററിലായിട്ട് ഞാൻ 2 ക്ലിപ്പ് സ്റ്റോണും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിപ്പ് സ്റ്റോണും സെയിം കളർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കോൺട്രാസ്റ്റ് കളേഴ്സ് ഒന്നും ഈ ഒരു നെക്ക് ഡിസൈനിൽ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു നെക്ക് ഡിസൈനിൽ ഫുള്ള് ഞാൻ ഈ ഒരു നമ്മുടെ മെറ്റീരിയലിൻ്റെ കളർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫ്ലവർ ഡിസൈൻ കൊടുത്ത സൈഡിൽ ആ ഫ്ലവറിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് നെക്കിൻ്റെ ആ ബോർഡറും സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഓരോ പെറ്റലിൻ്റെയും ഷേപ്പിനനുസരിച്ച് സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടാണ് വൺ സൈഡ് സ്റ്റിച്ചിങ് നമ്മൾ നെക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത സൈഡ് ഒരു ആലില ഡിസൈനിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റിൽ സെൻറ്ററിലായിട്ട് ക്ലിപ്പ് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്ലീവിലും കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ ആ ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 3/4 സ്ലീവാണേ. സ്ലീവിൽ സ്കാറ്റർ ചെയ്ത ബീഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. 3 ഫ്ലവർ ഡിസൈൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലവറും ലീഫ് ഡിസൈനും. സിമ്പിൾ വർക്കാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ഇത് കണ്ടാൽ സിമ്പിൾ വർക്കാണെങ്കിൽ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പാർട്ടി വെയർ ഡ്രസ്സുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. ഒരുപാട് വർക്ക് എടുത്ത് കാണിക്കത്തുമില്ല. എങ്കിൽ സിമ്പിൾ അല്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്